ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിന്റെ അവതാരകയാകുവാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ സ്നേഹസംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പാണ്. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഉന്നതമായ പുരോഗതി. രാഷ്ട്രപിതാവ് ഗാന്ധിയുടെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സ്നേഹസംഗമം ആരംഭിക്കാം. നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഗ്രൂപ്പ് അംഗങ്ങളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ശ്രീ ഉമേഷിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ. വരവർണ്ണിനി വീണപാണി വരവർണ്ണിനി വീണപാണി വാഗ്ദേവതേ നമസ്തേ വരദായിനി മോക്ഷകാരി സ്വരരാഗരൂപിണി ദേവി നമസ്തസ്യൈ നമസ്തസ്യൈ മൂകാംബികേ സപ്തസ്വരലയ സംഗീതത്തിൻ സ്വർഗവിഭഞ്ചിയുമായി കൃത്തിൻ ചിന്താരയിൽ നീ നുണരുണരുതേ വരവർണ്ണിനി വീണപാണി വാഗ്ദേവതേ നമസ്തേ വരദായിനി മോക്ഷകാരി താങ്ക് യു. വളരെ മനോഹരമായി താങ്ക് യു ശർമ്മ. സ്നേഹസംഗമം ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും എന്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതിനായി കുമാരി സിമിൽ സെബാസ്റ്റ്യനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്പീക്കർ സെബാസ്റ്റ്യൻ. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ദർശന ക്ലബ് ഡയറക്ടർ, ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMIHനെ അധ്യക്ഷ പദവിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അന്നമനട ആശാഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ റവറൻ സിസ്റ്റർ ജോസ്ലിൻ CHF സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ മലയാളം വിഭാഗം സെന്റ് ജോസഫ് കോളേജ് ഓട്ടോണമസ് ഇരിങ്ങാലക്കുടയിലെ പ്രൊഫസർ ഡോക്ടർ ഉർസുല എന്നിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ശ്രീ പിബിനൻ ചുണ്ടേലപ്പറമ്പിൽ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസ പറയാൻ എത്തിയിരിക്കുന്നത് ശ്രീ ലിജോ മച്ചാടാണ്. ലിജോയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്നേഹസംഗമം അവതരണം ചെയ്യുന്നത് കുമാരി സീമ എൻ തോമസ് ആണ്. സീമയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിച്ചത് ശ്രീ ഉമേഷ് KK ആണ്. ഉമേഷിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ KJ ജോസ് കൊരട്ടി ജോസേറ്റിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ സിജോൺ ആണ്. സിജോണിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോണിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി റിൻസി ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന ബാസ്കറ്റ്ബോൾ വീൽചെയർ ബാസ്കറ്റ്ബോൾ അംഗങ്ങളാണ്. അതിലെ എല്ലാ അംഗങ്ങളെയും മറ്റെല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മൂവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിച്ച സിമിൽ സെബാസ്റ്റ്യനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സിമിൻ. താങ്ക് യു. ദർശന സർവീസ്
ദർശന സർവീസ് സൊസൈറ്റി എന്താണെന്നും ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് വായിച്ചു കേൾപ്പിക്കുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു ജോസേട്ടൻ. ഇന്നത്തെ സ്നേഹസംഗമം നടത്തുന്നത് ദർശനയുടെ വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീമാണ്. അടുത്ത ആഴ്ച ജീവന്റെ ഉറവ ദർശനയുടെ ജീവന്റെ ഉറവ ഗ്രൂപ്പാണ്, മറക്കരുത്. അടുത്ത ആഴ്ച ടീം എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജോസ് ചാറാട്ടിൽ സഹോദരന്റെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടതായിട്ടില്ല, അതുകൊണ്ടാണ്. 2017 ഡിസംബർ 10 ദർശന ക്ലബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷികളുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപ്പരിമിതിയുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപ്പരിമിതിയുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപ്പരിമിതിയുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപ്പരിമിതിയുടെ ചിങ്കാരിമേൾ ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപ്പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലെ നടത്തി വരുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കാനും ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിന് കനവ് എന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് വെച്ച് അത്ലറ്റ് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷണൽ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പരിചയപ്പെട്ടലും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹിത ഗണമേ 21/2/2026 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമാട്ട് പറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 244ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശനയാണ്. അവതരണം കുമാരി CB കോന്നി. പ്രാർത്ഥന കുമാരി ട്രീസ മുള്ളൂർക്കര. സ്വാഗതം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം കുമാരി ലീന MJ നാട്ടിക. റിപ്പോർട്ട് യോഗം പാസാക്കി.
അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. ഇന്ന് തൃശൂർ വളരിക്കര കോളേജിൽ കലാമികവ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിലാണ് ഞാൻ മീറ്റിംഗിൽ കയറിയിരിക്കുന്നത്. നമ്മുടെ കലാമികവ് നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഉണ്ട്. വളരെ സന്തോഷം. സമാപനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ നിർത്തുന്നു. ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ സന്തോഷവും നന്ദിയും. ഉദ്ഘാടനം ചെയ്തത് കൊട്ടി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് തീർത്ഥാടന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ലിജോ കുരിയാൾ അച്ഛനായിരുന്നു. വലിയ സന്തോഷം വിളിച്ചതിന്. ജോസ് മാഷാണ് എന്നെ വിളിച്ചത്. എന്റെ ഒപ്പം പഠിച്ച ഒരു വിഷ്ണുവുണ്ട്, ഒരു കാല് നീളമുറിവ്. അവന്റെ ഭിന്നശേഷി അവഗണിച്ച് അമ്പരപ്പിക്കുന്ന ജീവിതമാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബൈബിളിൽ ഒരു അന്ധനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, ആരുടെ പാപനിമിത്തമാണ് ഇവൻ അന്ധനായത്? ഈശോ മറുപടി, ദൈവത്തിന്റെ മഹത്വമുള്ള നിവൃത്തിയാകാനാണ്. നിറഞ്ഞ കുടമല്ല ക്രിസ്തു നിറയ്ക്കുന്നത്, പിന്നെയോ ഒഴിഞ്ഞ കുടങ്ങളെയാണ്. നിങ്ങളുടെ കൂട്ടായ്മ വലുതായി മാറട്ടെ. നിങ്ങളെ കൂടുതൽ ദൈവം നിറയ്ക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്യൂട്ടർ ശ്രീമതി ആൻസി ടി എ മാഡമായിരുന്നു. ഞാൻ ഒരു നീന്തൽ ഇൻസ്ട്രക്ടറാണ്. നീന്തൽ ഒരു നല്ല വ്യായാമമാണ്. നീന്തൽ കൊണ്ട് മസിൽസ് പ്രവർത്തിക്കുന്നു, ഹൃദയത്തിന്റെ ആരോഗ്യം, ലങ്സിന്റെ പ്രവർത്തനം, ശരീരഭാരം കുറയ്ക്കുന്നു, ജോയിന്റ്സ് റിലാക്സ് ആകുന്നു. നല്ലൊരു ശുദ്ധമായ വെള്ളത്തിൽ നീന്തി കുളിക്കുക, നീന്തൽ പഠിക്കുക, പരിശീലിക്കുക. ദർശന അതിനുവേണ്ട അവസരങ്ങൾ ഒരുപാട് ഒരുക്കുന്നു. ശരീരം ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാം. ഈ മീറ്റിംഗിലേക്ക് എന്നെ വിളിച്ചതിന് വളരെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി രതി ബാലൻ പുത്തോ. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമക്ഷം സമർപ്പിക്കുന്നു. ശ്രീ ജോസ് കൊരട്ടെ. വളരെ വ്യക്തവും സ്പഷ്ടവുമായി റിപ്പോർട്ട് വായിച്ചു കേൾപ്പിച്ച ജോസ് കൊരട്ടി ചേട്ടനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ജോസ് ചേട്ടാ. ഗൂഗിൾ മീറ്റ് വഴി സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് നമ്മോട് കൂടെ ആയിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ഫാദർ. എല്ലാവർക്കും നമസ്കാരം. ഈ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ എന്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സ്നേഹസംഗമത്തിന്റെ വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടായ്മയിൽ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. സ്നേഹ കൂട്ടായ്മയിൽ നിലനിൽക്കാം. സ്നേഹസംഗമം എന്ന് പറയുന്നത് തന്നെയാണല്ലോ. സംഗമിക്കുക എന്നുള്ളതാണ്, നമ്മൾ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. നമ്മളെ തുടക്കത്തെ ലക്ഷ്യവും തുടർന്നു പോകുന്ന ലക്ഷ്യവും അത് തന്നെയാണ്. പലപ്പോഴും ഒരുമിച്ച് കൂടി പരസ്പരം സ്നേഹവും വിഷമങ്ങളും സന്തോഷവും ഒക്കെ പങ്കുവെച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി മുന്നേറുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളതും. ഇന്നും അത് തന്നെയാണ് അനുവർത്തിച്ചു വരുന്നതും. നമുക്ക് അതിന് സഹായകമായിട്ടുള്ള ഇതിനുവേണ്ടി പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളോടും നന്ദി പറയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നമ്മുടെ കലാമികവ്, ദർശന കലാമികവ് 2026 അരങ്ങേറിയത്. നല്ലൊരു പാർട്ടിസിപ്പേഷൻ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ഏകദേശം ഒരു 2 മാസത്തെ പ്രിപ്പറേഷൻ നമ്മുടെ രാമകൃഷ്ണൻ മാഷിന്റെയും സീമായം തോമസിന്റെയും വലിയ ജനറൽ കൺവീനറായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും വ്യക്തമായിട്ടും പല ലീഡേഴ്സിന്റെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് നീക്കാനായിട്ട് സാധിച്ചു. നവജ്യോതി കോളേജ് ഒളരിയിലെ നവജ്യോതി B.Ed വുമൻസ് കോളേജിന്റെ വലിയൊരു സഹകരണമാണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ റാണിമേനൻ ഐ ക്ലിനിക്ക്, ജോയ ലുക്കാസ്, ഇവരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുവഴിയായിട്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിച്ചു. വന്നവർക്ക്, പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നേടിയവർക്ക് സർട്ടിഫിക്കറ്റ്, മെഡൽസ്, ഷീൽഡ്, ക്യാഷ് പ്രൈസ് എന്നിവ നൽകാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരു വലിയൊരു മുന്നേറ്റത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ദർശന കലാമികവ് ഭിന്നശേഷി കലോത്സവം അരങ്ങേറിയതും. അതൊരു വലിയൊരു മാതൃകയായിട്ട് നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. പല സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രവൃത്തി, എന്നാൽ നമുക്കത് തുടങ്ങി വെക്കാനായിട്ട് സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യം അത് ഇനി തുടർന്നു കൊണ്ടുപോകുമ്പോൾ ഒത്തിരി മക്കൾക്ക് ഒരു അത്താണിയാകാനായിട്ട് തങ്ങളുടെ കല വാസനകളെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള അഭിനിവേശം ഉണ്ടാക്കുക എന്നിവയൊക്കെയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ ലക്ഷ്യമിട്ടതും അതിനുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചതും. നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും ഭാരവാഹികളും അല്ലാതെയുമുള്ള ഒത്തിരിയേറെ വ്യക്തികൾ ഇതിനോടൊപ്പം വളണ്ടിയേഴ്സ് ആയിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചു. അവരെല്ലാവരും ഇത്തരത്തില് ഞാൻ അഭിനന്ദിക്കുകയാണ്, നന്ദി പറയുകയാണ്.
പുതിയ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി സഹായഹസ്തം നീട്ടിക്കൊണ്ട് പലരും നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരൊക്കെ ഈ ഒരു നിമിഷം കടന്നു വന്നവരെയൊക്കെ ഒരു നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ സ്നേഹത്തിന്റെ സഹോദരത്തിന്റെ വലിയ ഒരു സമ്മാനം, നന്ദിയുടെ സമ്മാനം ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് ഞാനൊരു വോയിസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം 10 പേർക്കോളം, 10 അല്ല അതിന് മേലെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ലീഡേഴ്സിനോടാണ് നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത്. അത് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലീഡേഴ്സ് ആ വോയിസ് ഒരു ഗ്രൂപ്പിലേക്കും ഇടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സ് വഴിയായിട്ട് മാത്രമേ എന്റെ അടുക്കിലേക്ക് 10 പേർക്ക് മെഡിക്കൽ സഹായം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. പൈസയായിട്ടല്ല നമ്മൾ നൽകുക. അത് വ്യക്തമായിട്ട് നമുക്ക് ഒരു ധാരണയുണ്ട്. അതുവഴിയായിട്ട് തന്നെ നമുക്ക് നൽകുള്ളൂ. നിങ്ങൾ റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ തരാം. നിങ്ങൾ വാങ്ങുന്ന മെഡിക്കൽ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തരണം. അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മൾ ആ മെഡിക്കൽ എയ്ഡ് നമുക്ക് അവർ വഴിയായിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക. നിങ്ങൾക്കുള്ള മെഡിസിൻസ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. കുടുംബത്തിൽ ഒത്തിരിയേറെ വ്യക്തികൾ ഉണ്ടാകാം. പക്ഷെ അവർക്കൊന്നും വാങ്ങാനല്ല ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ളവരും ദർശന കുടുംബാംഗങ്ങൾക്കായിട്ടുള്ളവർക്ക്, അതും ചിന്താപേക്ഷിതമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ നിങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അതും കണ്ടീഷൻസ് പാലിക്കേണ്ടതുകൊണ്ട് ഒരിക്കൽ പോലും ഈ മീറ്റിംഗിലേക്കോ സ്നേഹസംഗമന്റെ മീറ്റിംഗിലേക്കോ കടന്നു വരാത്തവരും, അല്ലെങ്കിൽ റെഗുലറായിട്ട് 2 മാസത്തിലൊരിക്കൽ നടത്തുന്ന മീറ്റിംഗിലൊന്നും കടന്നു വരാത്തവർക്ക് നമ്മൾ അത് പരിഗണിക്കുന്നില്ല. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെയുള്ള മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ. മോട്ടിവേഷൻ മാത്രമല്ല, സാമ്പത്തിക സഹായമായിക്കോട്ടെ. മോട്ടിവേഷൻ എനിക്ക് ആവശ്യമില്ല, പൈസ ആയിട്ടുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതില്. അപ്പൊ പൈസയായിട്ട് മാത്രമല്ല മോട്ടിവേഷൻ നമ്മൾ എല്ലാ തലത്തിലും വളരണം. അത്ലറ്റ്, ആർട്സ്, അതുപോലെ തന്നെ വീട്, എല്ലാ കാര്യങ്ങളിലും നമ്മൾ സജ്ജരാക്കായി തീരുവാനായിട്ടാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കിട്ടുന്ന പൈസ പോന്നോട്ടെ, എന്റെ വീട്ടില് അസുഖമുണ്ട്, ഞാൻ അസുഖക്കാരനാണ്, അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നോട്ടെ, അത് ഞാനൊക്കെ ദർശനയുടെ ഗ്രൂപ്പിലുണ്ട്, പക്ഷെ മറ്റതില് വരാനായിട്ട് സാധിക്കുന്നില്ല, സംഗമത്തിൽ വരാനായിട്ട് സാധിക്കില്ല, കൂട്ടായ്മയിൽ വരാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ ഓരോ എക്സ്ക്യൂസുകൾ നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നേരത്തെ തന്നെ നിങ്ങൾ നോക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ലീഡേഴ്സ് വഴിയായി നമ്മളിലേക്ക് എത്തുന്ന 10 പേർക്ക് മെഡിക്കൽ എയ്ഡ് നമ്മൾ നൽകുന്നതായിരിക്കും. അവർക്ക് മെഡിസിൻ നമ്മൾ വാങ്ങിക്കൊടുക്കും. അത് അതിന്റെ രേഖകളൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ അതെല്ലാം ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, നമുക്ക് അമല ഹോസ്പിറ്റലില് ഒരു മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതില് കുറച്ച് പ്രിവിലേജുകൾ നമുക്ക് ഉപകാരമായിട്ടുള്ള പല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ഡിപ്പാർട്ട്മെന്റും ആണെങ്കിലും, നമ്മളിത് അമല മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റും കാണാനായിട്ട് നമുക്ക് അവസരം ഉണ്ടായിരിക്കും. ഒത്തിരി പേര് എന്നുള്ളത് പറ്റില്ല, നമുക്ക് മൊത്തം 120 പേർക്ക് പെർമിഷൻ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കുക. അവിടെ ക്യാൻസറിന്റെ ഒരു പ്രത്യേക ഹോസ്പിറ്റലാണ്. അത് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവിടെ വളരെ ആക്റ്റീവാണ്. ഇവൻ സൈക്കാട്രി ആയിക്കോട്ടെ, ഐക്യാമ്പ് പൾമനോളജിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർ, ഇത് ഡോക്ടറല്ല, നിങ്ങൾ ആ കാണാൻ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എല്ലാ സൗകര്യവും ചെയ്തു തരുന്നതായിരിക്കും. മാക്സിമം 120 പേർക്ക് മാത്രമേ അവിടെ അനുവാദമുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുക. ആദ്യം പേര് തരുന്നവരുടെ പേരുകൾ നമ്മൾ എടുത്ത് നോട്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ 15-ാം തീയതിയോട് കൂടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ 10-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രവേശിക്കുക. ഇനി ഗ്രൂപ്പിൽ കയറാനായിട്ട് പറ്റാത്തവര് PSAT-നായിട്ട് സമീപിക്കുക. PSAT-ന് അത് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തോളും, അല്ലെങ്കിൽ ഞങ്ങളിവിടെ റെക്കോർഡ് ഞങ്ങൾ സെറ്റ് ചെയ്തോളും. അപ്പൊ അത് നിങ്ങൾ വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ, ഇനി അധികം ദിവസങ്ങളില്ല എന്ന് ഓർക്കുക. അവസാന നിമിഷത്തിൽ ഓടി വന്നിട്ട്, അച്ഛോ ഞാൻ അന്ന് കണ്ടില്ല, ഇപ്പോഴാണ് ഓർത്തത്, അപ്പൊ പറയാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ഞാനിങ്ങനെ ഓർക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് നല്ലതാണല്ലോ എന്ന് ചിന്തിച്ച്, അപ്പോഴേ നമുക്ക് പറയും, നമ്മളെ ആ കന്യകമാരില്ലേ കഥ നമ്മൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും. കന്യകമാരോട് പറഞ്ഞതുപോലെ മക്കളെ ഒരുക്കം ആവശ്യമാണെന്ന് പറയും. 5 കന്യകമാര് ഒരുങ്ങി വന്നു, 5 എണ്ണം ഒരുങ്ങാണ്ട് വന്നു.
വിളക്കൊക്കെ അണഞ്ഞു പോയപ്പോൾ അയ്യോ ഞങ്ങള് അത് ചിന്തിച്ചില്ല, ഇന്ന് വരുമായിരുന്നു നാളെ വരില്ലായിരുന്നു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചില്ലായിരുന്നു. അപ്പൊ അത് ഒരുക്കില്ലാതെ വരുന്നത് ഇവിടെ ചിലപ്പോൾ നമുക്ക് റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. ഞാനല്ല ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. കാരണം 120 എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് നമ്പർ തന്നെയാണ്. 100 പോലും അവർ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ 120 നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നു. ആദ്യം ഭിന്നശേഷിക്കാർക്ക്, പിന്നെ ദർശന കുടുംബാംഗങ്ങൾക്ക്, അതായത് അമ്മച്ചിമാർക്കും മറ്റെല്ലാവർക്കും. അത് കൂടാതെ ഇതിലെ നമ്പർ തികയാതെ വരുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർക്ക്, അതും കഴിഞ്ഞിട്ട് തികയാതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പുറമെ നമ്മൾ ഈ ന്യൂസ് ഫ്ലാഷ് ആക്കും. അവർ വരും. 120 കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ആക്കും. അപ്പൊ ഇത് വ്യക്തമായിട്ട് അറിഞ്ഞ് നിങ്ങൾ വരിക. ഈ ദിവസങ്ങളിലൊക്കെ സ്നേഹസംഗമത്തിൽ കടന്നു വരുന്നവർക്ക് ഇതറിയാം, ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളവർക്ക് അതും അറിയാം. കാരണം പലപ്പോഴും അത് ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട്, വോയിസ് ഇടുന്നുണ്ട്, മാറ്റർ ഇടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എല്ലാവരും കാണാതെയും കേൾക്കാതെയും ഇരിക്കുന്നുണ്ടെങ്കിൽ അവസാനം കംപ്ലൈന്റ് ആയിട്ട് മാത്രം വരരുത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കാണാം, പറഞ്ഞിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് 5 ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം. അതല്ലാതെയും നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് കാർഡ് കിട്ടും, കൺസെഷൻ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാർഡിൽ കിടക്കുന്നവർക്ക് നിങ്ങൾക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഓപ്പറേഷനോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 35-40% എത്രയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അവര് പറഞ്ഞിരിക്കുന്ന മിനിമം എന്തായാലും 35% ഒരു കാർഡ് നമുക്ക് അവൈലബിൾ ആക്കി തരും. അപ്പൊ അത് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതും നിങ്ങൾ അത് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പൊ അന്നത്തെ ദിവസം കാലത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ 9:30 ഉദ്ഘാടനം. അതാണ് നമ്മുടെ വാർഷികമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. വലിയ വിപുലമായിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും തയ്യാറാകുന്നില്ല. ആരെയും തിരിതെളിയിക്കാതിരിക്കാനോ വിളിക്കുന്നില്ല. അതെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് അവിടെ പോകുന്നത്. നമ്മളല്ല ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു വാർഷികാഘോഷം എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പാണ്. അവിടെ നേരത്തെ നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ വീൽ ചെയർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. വളണ്ടിയേഴ്സ് ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് പേരുണ്ടാകും. അവരും നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറാകും. അപ്പൊ വീൽ ചെയർ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് കരുതി നിങ്ങൾക്ക് വരാവുന്നതാണ്. അതിന് വീൽ ചെയർ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ വരുന്നവർക്ക് പ്രത്യേകിച്ച് സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. അത് നിങ്ങൾ കരുതി വരരുത്. അതായത് നിങ്ങൾ വരുമ്പോൾ വണ്ടിക്കാശ് മറ്റേ ടി അതൊന്നും അവിടെ ലഭ്യമാകുന്നതല്ല. അവിടുത്തെ ഡോക്ടേഴ്സിന് കാണാനായിട്ടുള്ള ഒരു പൈസ നിങ്ങൾ കൊടുക്കേണ്ട. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നീട് എന്താണ് നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകുക. ഈ പ്രിവിലേജ് കാർഡ് നിങ്ങൾ സ്വന്തമാക്കാനും നിങ്ങൾ പരിശ്രമിക്കുക. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കുന്നതല്ല, ടീ ഉണ്ടായിരിക്കുന്നത് കാലത്ത് പ്രോഗ്രാമിന് ശേഷം ടീ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അയ്യോ അച്ഛൻ ഞങ്ങൾ ഉച്ചവരെ ഞങ്ങൾ നിന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ട്. ഭക്ഷണം ഉണ്ടായിരിക്കും. അപ്പുറത്ത് ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടായിരിക്കും. പൈസ കൊടുത്താൽ അത് ലഭ്യമാകുന്നതായിരിക്കും. സ്വന്തമായിട്ട് പൈസ കൊടുക്കണമെന്ന് മാത്രമേ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എല്ലാ പ്രിവിലേജുകളും നമ്മൾ കിട്ടി സന്തോഷിച്ചു കഴിഞ്ഞിട്ട് അവസാനം 2 തെറി അച്ഛനോട് പറയാനായിട്ട് കാത്തിരിക്കുന്നവർ ഒത്തിരി ഉണ്ട്. കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. കിട്ടിക്കഴിയുമ്പോ എന്തെങ്കിലും ഒരു നല്ല ഡയലോഗ് അച്ഛനെതിരായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ വായ അടഞ്ഞോളും എന്ന് ചിന്തിക്കുന്ന കുറെ പേരുണ്ട് നമ്മുടെ. അപ്പൊ അത് അത്തരത്തിലൊന്നും നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ഭിന്നശേഷി നമ്മുടെ ശരീരത്തിലുള്ള ഭിന്നശേഷി മാത്രം ആവാൻ മതി. പക്ഷെ മറ്റുള്ളതിലൊന്നും നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നായിട്ട് നിൽക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് സാധിക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയിലൂടെ എല്ലാവർക്കും ലഭ്യമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അത് നേടും. നമ്മൾ അധ്വാനിക്കാതെ ഒന്നും നേടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അധ്വാനത്തിലൂടെ നേടുക, നെറ്റിയിൽ ഉയർക്കൊണ്ട് ഉപജീവനം നേടുന്നത് തന്നെയാണ് കർത്താവ് ആദ്യ മാതാപിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോന്നിനും അധ്വാനിക്കാനായിട്ട് തയ്യാറാകട്ടെ. അതുവഴിയായിട്ട് പ്രതിഫലം ദൈവം നമുക്ക് നൽകും. അത് ഈ ലോകത്താണ് ആയപ്പര ലോകത്താണെങ്കിലും നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നന്മ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും അവർക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ബാഡ്മിന്റൺ നാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് 4-ാം തീയതി ഞാനും നമ്മുടെ കൂട്ടത്തിലെ സിനി, അതുപോലെ തന്നെ വേറെ ഒരു സെക്യൂരിറ്റി ക്യാരക്ടർ ഒരു എസ്കോർട്ട് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ 3 പേരായിട്ട് പോകുന്നു. കൂടാതെ വേറെ 2 പേരും കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന ഡ്വാർഫിലായിട്ടുള്ള 2 പേരും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. വിജയങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകട്ടെ, അവരെ ആശംസിക്കാം. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പൊ അതൊരു പ്രോഗ്രാം അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ്. ട്രെയിനിങ് എല്ലാം കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ദൈവകൃപയാൽ അത് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങള് ഇനി തുടർന്ന് പോകുന്നത്
ഇന്റർനാഷണൽ ലെവലിലേക്കാണ് നമുക്ക് പോകാനായിട്ട് സാധിക്കുക. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ ആശംസകൾ നേർന്നിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമേ തന്നെ അച്ഛനും സംഘത്തിനും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു അച്ഛ. നമ്മുടെ ദർശനയിൽ ആക്റ്റീവായി നിൽക്കുന്നവരെ നമ്മള് ഫ്ലൈറ്റ് യാത്ര കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ദർശനയുടെ എല്ലാ പ്രോഗ്രാമിലും ആക്റ്റീവായി നിൽക്കുക. സമ്മാനങ്ങൾ സ്നേഹസംഗമം വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ആയിരിക്കുന്ന റവറൻഡ് സിസ്റ്റർ ജോസ്ലിൻ CHF, പ്രോജക്ട് കോർഡിനേറ്റർ ആശാ ഭവൻ സിസ്റ്ററിനെ സ്നേഹ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു. ഞാൻ സിസ്റ്റർ ജോസ്ലിൻ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ആദ്യമായിട്ടാണ് ദർശനയുടെ മീറ്റിംഗിലേക്ക് കടന്നു വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഈ മീറ്റിംഗിലേക്ക് കടന്നു വരാൻ സാധിച്ചതിൽ. ഞാൻ മീറ്റിങ്ങിന്റെ ഇതൊക്കെ കാണാറുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ സിസ്റ്റർ ജോസ്ലിൻ. ആശാഭവൻ എന്ന് പറയുന്ന ഇത് ഭിന്നശേഷിയുള്ള യുവതികളുടെ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രമാണ്. ഞങ്ങൾക്കിവിടെ 40ഓളം യുവതികളുണ്ട്. അവര് കമ്പ്യൂട്ടർ ടൈലറിംഗ്, എംബ്രോയിഡറി, ഫാഷൻ ഡിസൈനിങ് എന്നീ കോഴ്സുകളില് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇവരിങ്ങനെ 2-3 വർഷമൊക്കെ ഇവിടെ താമസിച്ച് പരിശീലനം നേടി ഇവര് സ്വയം തൊഴിലിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. അപ്പോ കഴിഞ്ഞ ആഴ്ചയില് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദർശനയുടെ പരിപാടിയിലേക്ക് വാർഷിക കലാമികവ് പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ മക്കൾക്ക് മിക്കവർക്കും തന്നെ 20 പേർക്ക് കടന്നു വരാൻ പറ്റി. അപ്പൊ ഞങ്ങൾ സ്നേഹത്തോടു കൂടി അച്ഛനും സീമ മേഡവും ഒക്കെ സീമ തോമസ് ഒരുപാട് ഞങ്ങളെ സ്നേഹത്തോട് ക്ഷണിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്ത് ഞങ്ങളെ വളരെ ഔദാര്യത്തോടു കൂടി ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിച്ചു. അപ്പൊ ഞങ്ങളുടെ ഒരുപാട് വളരെ സന്തോഷകരമായിട്ടാണ് അവരെല്ലാവരും പങ്കെടുത്ത് തിരിച്ചു വന്ന് കുറെ പേരൊക്കെ സമ്മാനാർഹരായി. അപ്പൊ അവർക്കൊക്കെ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചും ദർശന സർവീസ് സൊസൈറ്റിയെ കുറിച്ചും ഒരുപാട് അപ്രീസിയേഷൻ തോന്നി. അപ്പൊ ഇപ്പോ ഇതിന്റെ റിപ്പോർട്ടും ഇതിന്റെ അധ്യക്ഷ പ്രസംഗവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടപ്പോൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കാഴ്ചവെക്കുന്ന നല്ലൊരു പ്രവർത്തനമാണ് ദർശന സർവീസ് സൊസൈറ്റിയുടേതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ ഒരുപാട് ഇതിന്റെ സബ് ഹെഡ്സ് ആയിട്ട് ദർശന ക്ലബ്ബ്, മറ്റു ഒരുപാട് കൂട്ടായ്മകള്, അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ. ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമല്ല ഭിന്നശേഷിക്കാർ. എന്തായാലും മുഖ്യധാരയിലേക്ക് തന്നെ നടന്നെടുക്കുന്ന ഒരുപാട് സ്വയം പ്രയത്നത്താലും മറ്റു മോട്ടിവേഷനിൽ നിന്നൊക്കെയും ഒരുപാട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംഘടിതമായ ഒരു രീതിയാണ് ഇന്ന് ഭിന്നശേഷി മേഖലയിലുള്ളത്. അപ്പോ ഇങ്ങനെ ദർശന സർവീസ് സൊസൈറ്റി പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ഇതിൽ ഭാഗമാകാനായിട്ട് സാധിച്ചതിലും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോ എനിക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇത്രയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ. ഇതിന്റെ റിപ്പോർട്ടൊക്കെ ഒരുപാട് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ സോളമൻ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സംഘടന സർവീസ് സൊസൈറ്റിയുടെ നട്ടലായിട്ട് നിന്നുകൊണ്ട് ഈ മക്കളെ കൈപിടിച്ച് നടത്താൻ അച്ഛൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഇതിനുവേണ്ടി അധ്വാനം കാഴ്ചവെക്കുക. അച്ഛന്റെ ജീവിതം മുഴുവനും ഇതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ ദർശനയുടെ സ്നേഹസംഗമത്തില് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അത് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഇനിയും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ആശംസിക്കുന്നു. ഈ ദർശനയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. അങ്ങനെ ഈ ദർശനയുടെ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അച്ഛനോടൊപ്പം വലങ്കയായിട്ട് നിൽക്കുന്ന സീമ, പിന്നെ അതുപോലെ ഇതിന്റെ മറ്റെല്ലാവരെയും എനിക്ക് അങ്ങനെ ഒരുപാട് ഇതിൽ വരാത്തോണ്ട് എനിക്ക് അത്ര പരിചയമില്ല. എങ്കിലും എല്ലാവരെയും ഞാൻ ഓർക്കുന്നു.
ഒത്തിരി സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായി എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം, ഈ സ്നേഹ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോ ഒത്തിരി സന്തോഷം. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായി മനോഹരമായി നടക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ജോസ്ലിൻ സിസ്റ്ററിന്റെ നല്ല വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. താങ്ക് യു സിസ്റ്റർ. ഓക്കെ, താങ്ക് യു. മുഖ്യാതിഥിയായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീമതി ഡോക്ടർ ഉർസുല എൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, മലയാളം വിഭാഗം, സെന്റ് ജോർജ് കോളേജ്, ഇരിഞ്ഞാലക്കുട. ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു ശ്രീ മാം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫാദർ ഡോക്ടർ സോളമൻ, പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച റവറൻഡ് സിസ്റ്റർ ജോസ്ലിൻ CHF, റിപ്പോർട്ട് അവതരണം നടത്തിയ ശ്രീ KJ ജോസ് കൊരട്ടി, പരിപാടി അവതരിപ്പിക്കുന്ന സീമ തോമസ്, സ്വാഗതം ആശംസിച്ച കുമാരി സിമിൽ സെബാസ്റ്റ്യൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ ലിജോ മച്ചാട്, തൃക്കൂർ വാർഡ് മെമ്പർ ശ്രീ പ്രീബനൻ, നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ സിജോൺ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്നലെ സീമ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ഇപ്പൊ സീമയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ദർശന എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ, ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ ദർശനയെ കുറിച്ച് എനിക്ക് കാര്യമായ അറിവുകളൊന്നുമില്ല. എന്നാൽ സീമയെ എനിക്കറിയാം. സീമ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സീമ തന്നെ ഒരു പ്രവർത്തകയായിട്ടുള്ള ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ അധ്യാപിക എന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ NSSന്റെ പ്രോഗ്രാം ഓഫീസർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിലേക്ക് കുട്ടികളെയും കൊണ്ട് കൂടുതലായിട്ട് എത്തിപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഇടം, അവിടെയുള്ള ആളുകളെ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്നും അവിടുത്തെ ഓരോ അംഗങ്ങളും എത്ര കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നും നേരിട്ട് കണ്ട് പരിചയമുള്ള ഒരാളാണ് ഞാൻ. അവിടെ സക്കീർ സാറും തസ്ലീമിക്കയും ഒക്കെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾ, അവരുടെ കലാപരിപാടികളിലും അവരുടെ വാർഷിക സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അന്നാണ് ഇത്തരം പരിപാടികളെ കുറിച്ചും ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതില് വളരെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകയാണ് സീമ. അപ്പൊ അതുകൊണ്ട് തന്നെ സീമ ഞങ്ങളുടെ പല കാര്യങ്ങളും ഉണ്ട് ടീച്ചറെ, ഞങ്ങള് ശിങ്കാരിമേള നടത്താൻ പോകുന്നുണ്ട്, ഞങ്ങള് ഗാനമേള നടത്താൻ പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് എത്രയും സജീവമായിട്ടാണ് ഈ രംഗത്ത് ഇവര് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ ദർശനയെ കുറിച്ച് എനിക്ക് കൃത്യം വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നെങ്കിൽ പോലും നേരത്തെ ജോസേടൻ നടത്തിയിട്ടുള്ള റിപ്പോർട്ട് അവതരണമാണ് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ദർശനം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ മാത്രം ഒരു ഇടമല്ല, മറിച്ച് സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി അവരുടെ സമൂലമായ പരിവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം തോന്നുന്നു. അത് മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ വായിച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷവും ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന സോളമൻ അച്ഛനോട് ഏറ്റവും ബഹുമാനവും തോന്നുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ സമൂഹത്തിന് മുന്നോട്ട് വെക്കുന്ന വലിയ പാഠങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ഭിന്നശേഷി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ദിവ്യാംഗജർ എന്നുള്ള ഒരു ടേം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നു. കാരണം ദിവ്യമായ അംഗങ്ങളോടുകൂടി ജനിച്ചവരാണ് ഇവർ എല്ലാവരും. അത് സ്വന്തം പരിമിതികളൊന്നും പരിമിതികളല്ല, അത് സാധ്യതകളാണ് എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെയാണ് എന്ന് അറിയുകയും ചെയ്യാം.
പലപ്പോഴും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല വ്യക്തികളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോളേജിൽ ഞാൻ മോഡറേറ്റർ ആയിക്കൊണ്ട് നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ പ്രോഗ്രാമിൽ വിശിഷ്ടാതിഥികളിൽ ഒരാളായി എത്തിയത് നമ്മുടെ തൃശ്ശൂരത്തെ LSGD ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ സൂപ്രണ്ടിന്റ് ആയിട്ടുള്ള ശ്രീമതി പാണ്ഡു സിന്ധു എന്ന് പറയുന്ന മേഡമായിരുന്നു. അവര് ചെറുപ്പത്തിൽ തന്നെ അവരുടെ കാലുകൾ പോളിയോ ബാധിച്ച് തളർന്നുപോയി. കുറെ കാലം അവർക്ക് നടക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം അവരുടെ അച്ഛൻ നൽകിയ ഒരു നിർദ്ദേശം, എന്റെ മകളുടെ അന്നം അവൾ തൊഴിലെടുത്ത് നേടും എന്ന് പറയുന്ന അച്ഛന്റെ ഒരു നിർദ്ദേശം അവര് ശിരസ വഹിക്കുകയും തുടർന്ന് നല്ലവണ്ണം പഠിക്കുകയും PSCയുടെ 28 റാങ്ക് ലിസ്റ്റിൽ അവർ ഇടം നേടുകയും ചെയ്തു. ഇന്ന് നമ്മുടെ തൃശൂർ ജില്ലയിലെ വലിയ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി പണ്ഡു സിന്ധു. അപ്പോ അവര് അവരുടെ കാറ് ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ടാണ് അവര് തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും ഒക്കെ പോകുന്നത്. അവർ വീൽ ചെയറിൽ ആയിരിക്കുമ്പോൾ തന്നെ എണീറ്റ് നടക്കാനുള്ള ശ്രമങ്ങൾ, അവർക്ക് അത്യാവശ്യം നടക്കാനൊക്കെ സാധിക്കും. എന്നാൽ ഒരു നിർവാഹക രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകാനായിട്ട് ആ സ്ത്രീക്ക് സാധിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനം തരുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ ഒരുപാട് പേര് ഈ മേഖലയിൽ എത്രയോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പണ്ഡു സിന്ധു മേഡം അവർക്ക് നേടിയ അവാർഡുകളെ കുറിച്ച് പറയുമ്പോൾ ബെസ്റ്റ് ഗവൺമെന്റ് എംപ്ലോയിക്കുള്ള അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത്, ഭിന്നശേഷിക്കാരുമായിട്ട് മത്സരിച്ചല്ല എനിക്ക് അവാർഡ് കിട്ടുന്നത്, മറിച്ച് ഭിന്നശേഷിക്കാരല്ലാത്ത ആളുകളുമായി കൂടെ നിന്നുകൊണ്ട് മത്സരിച്ചിട്ടാണ് ഞാൻ ഈ അവാർഡുകളെല്ലാം കരസ്ഥമാക്കിയത് എന്ന് അവർ അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. ആ അഭിമാന ബോധമാണ് എല്ലാവർക്കും വേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സീമയൊക്കെ അംഗമായിട്ടുള്ള ഈ ഓൾ കേരള വീൽചെയർ റൈറ്റേഴ്സ് ഫെഡറേഷന്റെ പല പ്രവർത്തനങ്ങളിലും അതിലെ ബിജുവിനെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ കേരളോർമയിൽ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ബിജു കേരളോർമയില് MA മലയാളത്തില് അവിടെ പഠിക്കാനായിട്ട് വരുന്നത്. ഇല്ല, ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അപ്പോ ബിജുവിന് ഇതുപോലെ ബിജു ഒന്ന് ഓട്ടോ ഓടിച്ചിട്ടാണ് വരുന്നത്. അത് നമുക്ക് വളരെ കൗതുകമുണ്ട്. ഓട്ടോ ഓടിച്ചിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ക്ലാസ് റൂമിൽ വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരു യുവാവായിട്ട് ബിജുവിനെ കണ്ടു. ഇപ്പോൾ അടുത്ത് ബിജുവിന്റെ ഒരു പുസ്തകം, ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ഒരു നോവല് കേരളോർമ കോളേജിൽ വെച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അത് മാത്രമല്ല LLBക്ക് വേണ്ടിയിട്ട് ബിജു LLB പഠിക്കാനായിട്ട് ചേരുകയും അവിടെ വെച്ച് മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പല സമരങ്ങളിൽ പങ്കാളിത്തം നിർവഹിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. അത് മാത്രമല്ല, ഇതുപോലെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ തന്നെ ഉയരക്കുറവുള്ള, കാലിന് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞുണ്ട്. ഇപ്പൊ നമ്മുടെ കോളേജിൽ ഭിന്നശേഷി സൗഹാർദ്ദ അന്തരീക്ഷമുള്ള ഒരു കോളേജാണ്. ഭിന്നശേഷി സൗഹൃദ അവാർഡ് ലഭിച്ചിട്ടുള്ള കലാലയമാണ്. NSSന് സഹചാരി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭിന്നശേഷി സൗഹാർദ്ദമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും ഒക്കെ കലാലയത്തിലുണ്ട്. അതിലൊന്നാണ് ലിഫ്റ്റിന്റെ സൗകര്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ മോള് ലിഫ്റ്റ് ഉപയോഗിക്കാറില്ല. അവള് കോണി കയറിയിട്ടാണ് കോളേജ് വരിക. ഒരു ദിവസം ഞാൻ ചോദിച്ചു, മോളെ നീ എന്താണ് ലിഫ്റ്റ് ഉപയോഗിക്കാത്തത്, നിനക്ക് ലിഫ്റ്റിൽ പോകുന്നൂടെ എന്ന് പറയുമ്പോ അവള് പറയുന്നത്, എനിക്കത് വേണ്ട മിസ്സേ, എനിക്ക് എല്ലാവരും പോലെ നടന്നു തന്നെ പോയാൽ മതി. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ നടക്കും. എന്റെ ഒരു ആഗ്രഹം അതാണ്, എനിക്ക് അതുപോലെ നടക്കണം. എല്ലാ കാര്യങ്ങളിലും അവൾ അത്രയും സ്മാർട്ടായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ആ കുട്ടിയോട് തോന്നുന്നത് ഒരു ആരാധനയാണ്, ബഹുമാനമാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ ആ കുട്ടിയോട് എനിക്ക് ബഹുമാനമാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു കുട്ടി, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലുള്ള രാജരാജേശ്വരി എന്ന് പറയുന്ന ഒരു കുട്ടി, അവള് വീൽ ചെയറിലാണ് കോളേജിലേക്ക് വരുന്നത്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ അവള് കവിത എഴുതുന്നത്. അപ്പൊ ഇത്തരത്തിൽ തങ്ങൾക്ക് പരിമിതികൾ, ചെറിയ ചെറിയ പരിമിതികൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, അല്ലെ? എല്ലാ മനുഷ്യർക്കും പരിമിതികളില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന രംഗത്ത് ഏറ്റവും മികച്ചതാകാൻ സാധിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോ
അതിനെ എത്രത്തോളം ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ എത്രത്തോളം സാധ്യതകളാക്കി മാറ്റാം എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരുപാട് ഭിന്നശേഷി സംവരണം നമുക്കുണ്ട്, വനിതകൾക്കുള്ള സംവരണമുണ്ട്, പല ജോലികളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുന്ന അവസരങ്ങളുണ്ട്. ഇപ്പൊ കോളേജിൽ പോലും ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് ഭിന്നശേഷി സംവരണം ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നിൽ വിശാലമായ ഒരു കുറെ സാധ്യതകൾ ഉണ്ട് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതിന് വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. അതിനുള്ള സാധ്യതകൾ കൂടി നിങ്ങൾ കണ്ടെത്തണം. തൊഴിലവസരങ്ങൾ വേണം. നമ്മുടെ ഏത് രീതിയിലായാലും നമുക്കും തൊഴിൽ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസവും ഉറപ്പും ആർജവവും ശേഷിയും ഒക്കെ നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ വളരെയധികം ഒരു സജീവമായ പങ്കാളിത്തം നൽകിക്കൊണ്ട് നിങ്ങളെ അത്രമേൽ പ്രചോദിപ്പിക്കുന്ന, അത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടമാണ് ദർശന ക്ലബ്ബ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കലാ, കായിക, സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം വളരെയധികം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം എന്നറിയുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. അച്ഛന് എല്ലാ ആശംസകളും നൽകുകയാണ്. ഇതിലെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഏറെ മുന്നേറാൻ കഴിയട്ടെ. സമൂഹത്തിലെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നിസ്തുലമായിട്ടുള്ള പദവികളിലേക്ക് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ വിപുലമാക്കാനും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഈ ഒരു സംഗമത്തിലേക്ക് എല്ലാ ആഴ്ചയിലും ഈ സംഗമം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. 245-ാമത്തെ സംഗമമാണ് എന്നും കൂടി മനസ്സിലാക്കുന്നു. ഈ സംഗമത്തിലേക്ക് എന്നെ കൂടി ഒന്ന് ചേർത്ത് വെക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് ഞാൻ നന്ദിയുള്ളവളാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും നൽകുന്നു. സ്നേഹം. മാമിനെ വേറെ പ്രോഗ്രാം ഉണ്ട്, വിളിച്ചപ്പോ സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ വരാം സീമ, ഇത് കഴിഞ്ഞ ഞാൻ ഇറങ്ങി പൊക്കോട്ടേന്ന് ചോദിച്ചു. ഓക്കെ മാം, മാഡത്തിന്റെ വിലയേറിയ സമയത്തിനും വാക്കുകൾക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ആശംസ പറയുന്നതിനായി ദർശന കലാമികവ് ഗ്രൂപ്പ് അംഗവും 2ാമത് ഭിന്നശേഷി കലോത്സവം കലാപ്രതിഭയുമായ ശ്രീ ലിജോ മച്ചാടിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ ലിജോ. സ്നേഹസംഘം അധ്യക്ഷ സംഘം നടത്തിയ സ്നേഹബഹുമാന്യനായ സോളമൻ അച്ഛൻ, ഉദ്ഘാടനം നിർവഹിച്ച റൗദർ സിസ്റ്റർ ജോസ്ലിൻ CHSF, അതുപോലെ തന്നെ മുഖ്യാതിഥിയായി നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന പ്രൊഫസർ ഉർസല മാം, അവതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സീമ ചേച്ചി, റിപ്പോർട്ട് വായിച്ച ജോസേട്ടൻ, പ്രാർത്ഥന നയിച്ച ഉമേഷ്, സ്വാഗതം ആശംസിച്ച സിമില സെബാസ്റ്റ്യൻ, PU സേട്ടൻ, രാമകൃഷ്ണൻ മാഷ്, മറ്റ് സുഹൃത്തുക്കളെ, ദർശനയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തത് സിമി ചേച്ചി പറഞ്ഞ പോലെ കലാമികവ് എന്ന ആ ഒരു കലാപരിപാടിയിലാണ്, ആ പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്. അനവധി വേദികളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. 80% കാഴ്ചയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു നല്ല പരിപാടിയില്, നല്ല മികവുറ്റ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ചു. അവിടെ കലാപ്രതിഭ എന്ന് പറഞ്ഞൊരു പട്ടം കൂടി എനിക്ക് കിട്ടി. അതിലെല്ലാ ഒരു സന്തോഷങ്ങളും ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും ദർശനയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത്ര കുറെ വർഷക്കാലമായിട്ടെങ്കിലും മറ്റ് ഭിന്നശേഷി സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ദർശനയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നില്ല. മറ്റ് ഭിന്നശേഷി സംഘടനകൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടും മറ്റ് സംഘടനാപരമായിട്ടും ഒക്കെ ഒരുപാട് തലങ്ങളിൽ ഭിന്നശേഷിക്കാർക്കും ഒക്കെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു കുടം വെച്ചിട്ട് അത് കമഴ്ത്തി വെള്ളം ഒഴിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഞാൻ ഒറ്റ ദിവസം പരിപാടിയിൽ വന്നിരുന്നാലും ഇവിടെ ദർശനയില് ആ കുടം നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു വലിയ സംഘടനയായിട്ടാണ്
ഞാനിതിനെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനുമാണ്. നേരത്തെ പറഞ്ഞ പോലെ ജോസേട്ടൻ നേരിട്ട് എനിക്കറിയില്ല. ജോസേട്ടൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിച്ചു ആരാണ് ലിജോ, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോ ജോസേട്ടൻ റിപ്പോർട്ടിൽ വായിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഒരു സംഘടനയ്ക്കുള്ളിൽ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന അത്രയധികം കാര്യങ്ങൾ നമ്മുടെ ഈ ദർശന ക്ലബ്ബ്, ദർശന സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സോളമച്ചന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു മാലയുടെ പലതരത്തിലുള്ള മുത്തുമാലകൾ ചേർത്തുകൊണ്ടാണ് അച്ഛൻ ഈ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെയും മറ്റ് അംഗപരിമിതരെയും ഒരുപാട് വിരലിൽ നമുക്ക് 10 വിരലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വിഭാഗക്കാര് ഗ്രൂപ്പുകള് നമ്മുടെ ഈ ദർശനയിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ദർശനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിന്റെ ലീഡേഴ്സുമായ എല്ലാ വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആത്മസക്തി അറിയിച്ച ലിജോ മച്ചാടിനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ലിജോ. അവസാനമായി സ്നേഹസംഗമത്തിന്റെ ഗൂഗിൾ മീറ്റിൽ ആയിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുവാൻ ശ്രീ സിജോൺ അവർകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ സിജോൺ. ദർശനയുടെ 245ാമത് സ്നേഹ സംഗമത്തിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിലുള്ളത്. ആദ്യമായി അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛൻ, ദർശന ക്ലബ്ബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സിസ്റ്റർ ജോസ്ലിൻ CHF ആണ്. അന്നമനട ആശാഭവനിലെ പ്രൊജക്ട് കോർഡിനേറ്റർ ആണ്. സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മുഖ്യാതിഥിയായി നമ്മുടെ ഈ സംഗമത്തിൽ ഇന്ന് എത്തിച്ചേർന്നത് ഡോക്ടർ ഉർസുല N ആണ്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ മലയാളം വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മേഡത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിക്കുന്നു. വിശിഷ്ടാതിഥിയായി ശ്രീബനൻ ചുണ്ടാലപ്പറമ്പിൽ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ആശംസകൾ അർപ്പിച്ച ലിജോ മച്ചാട്, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. അവതരണം നടത്തുന്ന സീമ തോമസിനും നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും മനോഹരമായി പ്രാർത്ഥന ഗാനം ആലപിച്ച ഉമേഷ് തേക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്വാഗതം വളരെ മനോഹരമായി നടത്തിയ കുമാരി സിമി സെബാസ്റ്റ്യന് നന്ദി അറിയിക്കുന്നു. റിപ്പോർട്ട് വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന ജോസേട്ടൻ കൊരട്ടിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ദർശനയുടെ ഒരു ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പാണ് ഈ ഒരു സ്നേഹസംഗമം ഈ ആഴ്ച നടത്തപ്പെടുന്നത്. അപ്പൊ അതിലുള്ള എല്ലാ മെമ്പർമാർക്കും അതിലെ ലീഡർമാർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരോടും നന്ദി അറിയിച്ച സിജോന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സിജോ. 245ാമത് സ്നേഹസംഗമം ഇവിടെ സമാപിച്ചിരിക്കുന്നു. മറ്റൊരു സ്നേഹസംഗമവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.